ഹായ് ഫ്രണ്ട്സ്, സുനിൽ അഗ്രിടെക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു അടിപൊളി ചെടിച്ചട്ടി ഉണ്ടാക്കിയാലോ. നമ്മൾ വീടുകളിലൊക്കെ നമ്മൾ സാധാരണ പെയിൻറ്റിൻ്റെ ബക്കറ്റ് ഉണ്ടാവുമല്ലോ, നമ്മൾ പെയിൻറ്റ് വാങ്ങിയതിൻ്റെ ബക്കറ്റ്. അപ്പോൾ ഇതൊരു 4 ലിറ്റർ പെയിൻറ്റ് വാങ്ങിയതിൻ്റെ ബക്കറ്റാണ്. ഈ ബക്കറ്റൊക്കെ സാധാരണ നമ്മൾ വെറുതെ ആവശ്യമില്ലാണ്ട് ഉപയോഗിക്കാണ്ട് ഇടുകയാണ് പതിവ്. പിന്നെ അതല്ലെങ്കിൽ നമുക്കിതിൽ ചെടി നടാം, പക്ഷേ ഇതിങ്ങനെ നടുമ്പോൾ നമുക്കൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതിന് ചെറിയൊരു രീതിയിൽ ചേഞ്ച് വരുത്തിയിട്ട് നമുക്ക് നല്ലൊരു ചെടിച്ചട്ടിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ബക്കറ്റിൻ്റെ പിടിയൊന്ന് നമുക്ക് ഒരു ആക്സോ ബ്ലേഡ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ച് മാറ്റി. അപ്പോൾ പൂവും ചെടികളും ഒന്നും ഇഷ്ടപ്പെടാത്തവരാരുമായിട്ട് ഉണ്ടാവില്ലല്ലോ. എല്ലാവരും വീടുകളിൽ കുറച്ച് ചെടിയെങ്കിലും ഉണ്ടാകും. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ചെടിച്ചട്ടിക്കൊക്കെ ഏകദേശം ഒരു 100 രൂപയൊക്കെ വില വരും. അപ്പോൾ നമുക്കിതാകുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കാണ്ട് കളയുന്ന ഇതുപോലുള്ള ബക്കറ്റുകളൊക്കെ പൊട്ടിയതായാലും ചെറിയ പൊട്ടൊക്കെ ഉണ്ടെങ്കിലും സാരമില്ല, നമുക്കിതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. നമുക്ക് ചെടികൾ നടാനുള്ള ചട്ടികൾ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടിക്കയറാണ്. ചൂടി എന്നാണ് പറയുക, ചകിരിക്കയർ. അപ്പോൾ അത് ഒരു കൈ ചൂടിക്കയറിന് ഏകദേശം 13 രൂപയാണ് ഇവിടെയുള്ള വില. ഓരോ സ്ഥലത്തും വ്യത്യാസം ഉണ്ടാവുമായിരിക്കും, എന്നാലും ഇവിടെ 13 രൂപയായത്. ഇപ്പോൾ ധാരാളമായിട്ട് മുമ്പൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വീടുകളിലൊക്കെ ആവശ്യത്തിന് മേടിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇതങ്ങനെ അധികം കാണുന്നില്ല അധികം. പിന്നെ ഇതിൻ്റെ ആവശ്യം അങ്ങനെ അധികം ഇല്ലല്ലോ. കേരയും അങ്ങനെയുള്ള വള്ളികളൊക്കെ ഇറങ്ങിയോണ്ട്, പ്ലാസ്റ്റിക് വള്ളികൾ ഇറങ്ങിയോണ്ട് ഇത് അധികം അങ്ങനെ ആരും ഉപയോഗിക്കാറില്ലല്ലോ. അപ്പോൾ നമുക്ക് ഒരു ഗ്ലൂ സ്റ്റിക്ക് എടുത്തിട്ട് ഗ്ലൂ ഗൺ എടുത്തിട്ട് നമുക്ക് ആ ഇതിൽ ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചിട്ടതിന് ശേഷം ഇതുപോലെ നമുക്ക് ചുറ്റിയെടുക്കാം. സിമ്പിളായിട്ട് ചെയ്യാവുന്ന, നമുക്കധികം മെനക്കേടൊന്നുമില്ല, സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഇതുപോലെ നല്ലോണം ചുറ്റിയും കൊടുക്കുക, അടുപ്പിച്ച് ചുറ്റിയാൽ മതി. ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് ഗ്ലൂ ഇട്ട് കൊടുക്കാം ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ചുറ്റി നല്ല വൃത്തിയിലൊന്ന് ചുറ്റിയെടുക്കാം. നമുക്ക് നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന പല വേസ്റ്റായിട്ട് കളയുന്ന വീണ്ടും റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അതൊന്നും വെറുതെ കളയേണ്ട, പ്രകൃതിക്കും ദോഷം ഉണ്ടാക്കില്ല, നമുക്ക് ചെടികളൊക്കെ നട്ട് വീട് നല്ല മനോഹരമാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനൊന്നും വലിയ ചിലവില്ലല്ലോ. ഇപ്പോൾ ഇത് ഒരു 1.5 കൈ ചൂടി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു 20 രൂപേൻ്റെ താഴെയല്ലേ ചിലവ് വരുന്നുള്ളൂ. ഒരു ചെടിച്ചട്ടി വാങ്ങണമെങ്കിൽ എന്തായാലും ഒരു 100 രൂപ വേണ്ടി വരും. പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ആണെങ്കിൽ ഒരു 80 രൂപ ആ റേഞ്ചിലൊക്കെ വരുമല്ലോ. ഇപ്പോൾ ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണെങ്കിൽ വെയിലൊന്നും കൊണ്ട് പെട്ടെന്ന് ഇത് പോവില്ല, കുറേ വർഷത്തേക്ക് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച അടീനിയല്ലേ, അടീനിയം ഏകദേശം നമ്മളെ വീട്ടിലതൊരു 15 വർഷമായിട്ടുള്ളതാണത്. നല്ല പൂവാണ്, എല്ലാ വർഷവും നല്ലോണം പൂവിടുന്നുണ്ട്. 15 വർഷമായിട്ട് വീട്ടിലുള്ളതാണത്. അപ്പോൾ ആ ഒരു കൈ ചൂടി നമുക്ക് തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് തീർന്നെടുത്ത് ഒഴിച്ചിട്ട് അവിടെ കുറച്ച് ഗ്ലൂ ഇട്ടിട്ട് നമുക്ക് അവിടെ നിന്ന് ഒട്ടിച്ചെടുത്തിട്ട് ഒട്ടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ചൂടുള്ളതുകൊണ്ട്. ഇനി നമുക്ക് അടുത്ത ചുടീൻ്റെ അറ്റം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് അത് വീണ്ടും ഒന്ന് ചുറ്റിയെടുക്കാം. നല്ല ഭംഗിയാണ് ഇത് ഉണ്ടായി കഴിയുമ്പോൾ, നല്ലൊരു പ്രത്യേക ഭംഗി തന്നെയാണിത്. നമ്മൾ പെയിൻറ്റ് ബക്കറ്റ് നേരിട്ട് വെച്ച് ചെടി നടുമ്പോൾ ഒരു ലുക്ക് കുറവുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു ചട്ടിയായി. ഇതൊക്കെ നമുക്ക് ഒഴിവ് സമയങ്ങളിൽ ചെയ്യാവുന്നല്ലേ ഉള്ളൂ. ഒഴിവിട്ടുന്ന സമയങ്ങളിൽ ഇതേപോലെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഗാർഡനൊക്കെ നല്ല അടിപൊളിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് വലിയ ബക്കറ്റ് വേണമെങ്കിൽ വലിയ ബക്കറ്റിലും ചെയ്യാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇത് ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൽ ചെയ്തു മാത്രം. സാധാരണ ബക്കറ്റ് നമുക്ക് ചെറിയ പൊട്ടൊക്കെ വീണത് ചിലപ്പോൾ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ബക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിലും ഇതേപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതും ഭംഗിയാകാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഭാഗമായിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ ഒരു 2-3 സ്ഥലത്ത് വേണമെങ്കിൽ
ഗ്ലൂ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചിട്ട് എടുക്കാവുന്നതാണ്. ചൂടിക്കയറി ചുറ്റുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മളത് ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കയറൊന്ന് മുറിച്ച് കളയാം, മുറിച്ച് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കത് അവിടെ നിന്ന് വിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ആദ്യത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിൽ ആ ടോപ്പ് ഭാഗം കൂടി ഒന്ന് ചെയ്തെടുക്കണം. ഒന്ന് വേണമെങ്കിൽ ഗ്ലൂ ആണെങ്കിൽ അടിയിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ കുഴപ്പമില്ല, വേണമെന്നില്ല, എന്നാലും ഒരു സേഫിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ ടോപ്പ് ഭാഗമില്ലേ, അവിടത്തേക്കൊന്ന് ചൂടിയൊന്ന് നമുക്കൊന്ന് മെടഞ്ഞെടുത്തിട്ട് ഒരു പിടി പോലെ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 3 കഷ്ണം മൂന്നാക്കി മുറിച്ചിട്ട് ഒരു കഷ്ണം ചൂടിയെടുത്ത് 3ആയിട്ട് മുറിച്ചിട്ട് ഒന്ന് കെട്ടിയിടും. കെട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മെടയാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് കെട്ടിയിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടുന്നത്. ഇനി ഇത് നമുക്ക് ഓരോന്ന് വലത്തുള്ള അടുത്തുള്ള വലത്തോട്ട് ഇങ്ങനെ മുകളിലൂടെ ഇങ്ങനെ ചുറ്റി അങ്ങ് എടുത്തു കഴിഞ്ഞാൽ നല്ല മെടഞ്ഞ് വരും. അടുത്തുള്ള വലത്തുള്ള ഇടത്തോട്ട് മുകളിലൂടെ ഇങ്ങനെ മടഞ്ഞങ്ങ് എടുത്താൽ മതി. ഉണ്ടോ? ഈ ഇടത്ത് വശത്തുള്ളത് വലത്തോട്ടേക്കും മുകളിലൂടെ ചുറ്റിയെടുക്കുക, വലത്തുള്ളത് ഇടത്തോട്ടേക്കും ചുറ്റിയെടുക്കുക. നമുക്കൊരു ചെറിയൊരു കഷ്ണം മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബക്കറ്റിൻ്റെ ടോപ്പ് ഭാഗം ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പിടി പോലെ ഒരു ഡിസൈനായിട്ട് വരും. അത് അങ്ങനെ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് താഴെ ചുറ്റിയ പോലെ തന്നെ ചുറ്റിയെടുത്താലും മതി. കുറച്ചും കൂടി ഒരു രസം ഉണ്ടാവും, ഇത് ഭംഗിയുണ്ടാവും ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ ഇതേപോലെ ഒരു കഷ്ണം എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അടിവശത്തും വേണമെങ്കിൽ ഇതേപോലെ ഒരു ബോർഡർ പോലെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഓപ്ഷണലാണ്. നമുക്ക് അവിടെയും കുറച്ച് ഗ്ലൂ ഇട്ടിട്ട് വേണമെങ്കിൽ ഗ്ലൂ ഫുള്ള് ചുറ്റും ഇട്ട് കൊടുത്താലും നല്ലതാണ്. ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നുള്ളൂ, ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓളാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. നിങ്ങളുടെ സഹകരണമാണ് നമുക്ക് ഇതുപോലുള്ള വീഡിയോകൾ പുതുതായിട്ട് ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനം. അപ്പോൾ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 5 മാസമായിട്ടുള്ളൂ. അപ്പോൾ പിന്നെ സബ്സ്ക്രൈബേഴ്സൊക്കെ അത്യാവശ്യം നല്ലോണം ആയി, പിന്നെ അതുപോലെ മോണിറ്റൈസ് ആയിട്ടുണ്ട്. അപ്പോൾ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ കണ്ടോ, ഇത് ചെടിച്ചട്ടിയിൽ ഞാനിപ്പോൾ ഒരു ജമന്തിയാണ് നട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.